അതിന്റെ ഒരു തുടിപ്പ് നമുക്ക് ലവ് ജിഹാദിൽ തന്നെ കാണാൻ കഴിയുമായിരുന്നു. ഒരർത്ഥത്തിൽ ബുദ്ധിയുള്ള മനുഷ്യർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അന്തം കെട്ട വർത്താനം. 4000 കുട്ടികളെ അങ്ങ് കൂട്ടിക്കൊണ്ടുപോയി. ഇത് ആരാണ് വിശ്വസിക്കുക? 4000 പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാർ മൊബൈൽ ഫോണും ബൈക്കുമായി വന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോയി. നമ്മളെ വെള്ളാപ്പള്ളി നടേശൻ ഇത്ര കൂടി പറഞ്ഞു, അവരെ പാകിസ്ഥാനിൽ കൊണ്ടുപോയി വിറ്റു. ഇവരെ ഉപയോഗം കഴിഞ്ഞ് പാകിസ്ഥാനിൽ കൊണ്ടുപോയി വിറ്റു. ഈ ഇതെന്താ ഉണ്ണിത്താനോ? ഈ മാതിരി അസംബന്ധം നിറഞ്ഞ വൃത്തികെട്ട പ്രചാരണം ആരാ നടത്തുന്നത്? കുമ്മനം രാജശേഖർ നടത്തിയാൽ നമുക്ക് വിശ്വസിക്കാം. പ്രവീൺ ഭായ് തൊഗാഡിയ നടത്തിയാൽ നമുക്ക് വിശ്വസിക്കാം. MP വീരേന്ദ്രകുമാറിന്റെ മാതൃഭൂമി, മാത്തുക്കുട്ടിച്ചായന്റെ മലയാള മനോരമ, MK മുനീറിന്റെ ഇന്ത്യ വിഷം കലർന്ന പ്രചാരണങ്ങൾ നാട് മുഴുവൻ കെട്ടഴിച്ചു വിട്ടു. കോടതിയെ വരെ സ്വാധീനിക്കുന്ന തരത്തിൽ വൃത്തിഹീനമായ അറപ്പുളവാക്കുന്ന പ്രചാരണങ്ങൾ നാട് മുഴുവൻ കെട്ടഴിച്ചു വിട്ടു. എന്തിനു വേണ്ടിയായിരുന്നു സുഹൃത്തുക്കളെ? ഈ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കണം. ഇങ്ങനൊരവസ്ഥ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കണം. അങ്ങനെ ഈ ജനതയെ വിഭജിക്കണം. ഇവിടെയുള്ള മനുഷ്യാവകാശ ബോധം, പുരോഗമന ബോധം, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള ഇഴയടപ്പം സ്നേഹബന്ധം അത് തകർത്ത് തരിപ്പണമാക്കണം. മുസ്ലിങ്ങളെ അപരവൽക്കരിക്കണം, അവരെ ശത്രുപക്ഷത്ത് നിർത്തണം, ഭീകരരാക്കി നിർത്തണം. ഞാൻ നേരത്തെ പ്രസംഗം തുടങ്ങുമ്പോൾ പറഞ്ഞല്ലോ, ഭീകരരെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചാരണ പദ്ധതികളിലെ വളരെ സുപ്രധാനമായ ഒരു ചുവടായിരുന്നു ലവ് ജിഹാദ് പ്രചാരണം. അതിനുശേഷം വന്ന രണ്ടാമത്തെ ചുവടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരവേട്ട എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് അഫ്സൽ ഗുരുവിന്റെ കഥയൊക്കെ പറഞ്ഞപ്പോൾ കേരളത്തിന്റെ പുറത്ത് ഇന്ന് ഉണ്ടായി വന്നിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, നേരത്തെ അമീറും അതിനെക്കുറിച്ചുള്ള ചെറിയ സൂചനകൾ നൽകി. അവിടെ തീവ്രവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെക്കുറിച്ച് തീവ്രവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സംഘടനയെക്കുറിച്ച് തീവ്രവാദി സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സംഭവത്തെക്കുറിച്ച് തീവ്രവാദി ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ സുഹൃത്തുക്കളെ ചോദ്യമില്ല, സുഹൃത്തുക്കളെ സംശയങ്ങളില്ല. അവിടെ പോലീസുകാർക്കും മാധ്യമങ്ങൾക്കും എന്താണോ തോന്നിയത് അതങ്ങട്ട് ചെയ്യുക എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഏതൊരു പ്രതിക്കും പ്രതിയായി ചേർക്കപ്പെട്ട ഒരാൾക്കും കിട്ടേണ്ട വളരെ ലളിതമായ, വളരെ അടിസ്ഥാനപരമായ ഒരു മൗലികാവകാശമാണ് ഒരു വക്കീലിനെ വെക്കാൻ കഴിയുക എന്നുള്ളത്. വക്കീലിനെ പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥ. ഏതെങ്കിലും വക്കീൽ നിന്ന് പോയാൽ അവനെ സാമൂഹികമായി ബഹിഷ്കരിക്കുക. ബാർ കൗൺസിൽ തന്നെ, വക്കീലുമാരുടെ സംഘടന തന്നെ യോഗം ചേർന്ന് തീരുമാനിക്കുക, ഞങ്ങൾ ഇയാൾക്ക് വേണ്ടി വാദിക്കുകയില്ല എന്ന്. ബാംഗ്ലൂരിൽ സംഭവിച്ചില്ലേ? ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കൾ? ഇസ്രയേലിൽ പോലും ഇല്ലാത്ത സംഗതിയാണ്. വക്കീലുമാരുടെ സംഘടന തീരുമാനിക്കുകയാണ്, ഒരാൾക്കെതിരെ തീവ്രവാദി മുദ്ര വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി വാദിക്കുകയില്ല എന്ന് വക്കീലുമാരുടെ സംഘടന തീരുമാനിക്കുക. അങ്ങനെ ഏതെങ്കിലും വക്കീൽ വാദിക്കാൻ വേണ്ടി വന്നാൽ അയാളെ പുറത്താക്കുമെന്ന് പറയുക. അത്യന്തം അപകടകരമായ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് മുക്തമായ ഒരു സംസ്ഥാനമായിരുന്നു നമ്മുടെ. നമ്മളിങ്ങനെ ഈ വിഷയത്തിൽ എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലവരായ, നിഷ്കളങ്കരായ സുഹൃത്തുക്കൾ ആത്മാർത്ഥതയോടുകൂടി തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല, നിങ്ങൾ എന്തിനാ ഈ റിസ്കിന് നിൽക്കുന്നത്? അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ. ഈ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ. എന്തൊരു സുന്ദരമായ പ്രയോഗമാണ്. എല്ലാവരും നമ്മളോടൊക്കെ പറയുന്നതാണ്, അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ. നിങ്ങൾ എന്തിനാ കടന്ന് കാറുന്നത് എന്ന് ചോദിക്കും. ഈ അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന പ്രസ്താവന അപകടകരമായ ഒരു പ്രസ്താവനയാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം തീവ്രവാദി ആക്രമണം, തീവ്രവാദ ബന്ധമുള്ള സംഭവങ്ങൾ എന്ന പേരിൽ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പുറത്ത് നടന്നിട്ടുള്ള അന്വേഷണങ്ങളുടെ എല്ലാം കഥ, അതിന്റെ ചരിത്രം നമുക്കറിയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ തീവ്രവാദി എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ
ഒരാൾക്ക് തീവ്രവാദി മുദ്ര വന്നു കഴിഞ്ഞാൽ അയാളെ എന്തും ചെയ്യാം, അയാളുടെ എല്ലൊടിക്കാം, അയാളുടെ നട്ടെല്ല് തകർക്കാം, അയാളുടെ കുടുംബത്തെ ക്രൂശിക്കാം എന്ന അവസ്ഥയാണ് കേരളത്തിന് പുറത്തുള്ളത്. നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ, നിങ്ങൾ ആലോചിക്കണം, നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ ഹൈദരാബാദിൽ, അഹമ്മദാബാദിൽ, ബാംഗ്ലൂരിൽ, ഡൽഹിയിൽ വിവിധ ജയിലുകളിൽ വിവിധ ആരോപണങ്ങൾ നേരിട്ട് കുറ്റം തെളിയിക്കാനാവാതെ, വക്കീലിനെ വെക്കാനാവാതെ, അവർക്കെതിരെ മാധ്യമങ്ങൾ സൃഷ്ടിച്ച പെരും കഥകളുടെ പ്രളയത്തിൽപ്പെട്ട് സാമൂഹിക ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമായി ജീവിതം തന്നെ പിച്ച് ചീത്തപ്പെട്ട, പറിച്ചെറിയപ്പെട്ട, ചവച്ചു തുപ്പപ്പെട്ട അവസ്ഥയിലാണ് നൂറുകണക്കിന് കുടുംബങ്ങളുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുറെ കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ നിരപരാധിയാണെന്ന് പറഞ്ഞവരെ വിട്ടേക്കും, അബ്ദുൽ നാസർ മദനിയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ. ഇതാണ് അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ നേരത്തെ സയ്യിദ് അബ്ദുറഹ്മാൻ ഗിലാനിയുടെ കാര്യം പറഞ്ഞില്ലേ? സയ്യിദ് അബ്ദുറഹ്മാൻ ഗിലാനി കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം നിങ്ങളുടെ ഈ കോട്ടക്കലിലെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ കുറെ കാലം ചികിത്സയ്ക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് കോഴിക്കോട് ഹോട്ടൽ മുറിയിൽ വെച്ച് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ആത്മകഥ എഴുതിക്കൂടെ? ഭീകരമായ അനുഭവങ്ങൾ ഒരുപാട് സഹിച്ച മനുഷ്യൻ. ഭീകരമായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് പത്രങ്ങൾ എഴുതിയത്, ആദ്യം അദ്ദേഹം കോടതി ആദ്യം അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു, പിന്നീട് അപ്പീലിലാണ് നമുക്ക് വധശിക്ഷയ്ക്ക് വിധിച്ച വ്യക്തിയെ പിന്നീട് നിരപരാധിയാണ്, പ്രതിയേ അല്ല എന്ന് പറഞ്ഞ് വിട്ടു. ഈ വിട്ട സമയത്ത് നന്ദിത ഹക്സറാണ് വാദിച്ചത്. നന്ദിത ഹക്സറിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് വെടിയേറ്റു. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചൊരു ആത്മകഥ എഴുതിക്കൂടെ? ചിരിച്ചുകൊണ്ട് അദ്ദേഹം കൈ ഇങ്ങനെ നീട്ടിക്കാണിച്ചു. എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹം യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോ ഒപ്പിടേണ്ട സമയത്ത് എന്താ ചെയ്യുമെന്നറിയോ നിങ്ങൾക്ക്? തമ്പ് ഇംപ്രഷൻ, എന്താ നമ്മൾ പറയാ, വിരൽ മുദ്ര പതിക്കുകയാണ് ചെയ്യുക. പേന പിടിക്കാനും ഒപ്പിടാനും എഴുതാനും കഴിയാത്ത അവസ്ഥയിൽ കൈയുടെ എല്ലുകൾ, വിരലിന്റെ എല്ലുകൾ തച്ച് തകർത്ത് അതിന്റെ പേശീബലം, അതിന്റെ ചലനശേഷി വരെ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇപ്പോഴും ഒരു വെടിയുണ്ട ബാക്കിയുണ്ട്. അന്വേഷണത്തിന്റെ വഴിക്ക് നടന്നതിന്റെ കൊലമാണ്. എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, തീവ്രവാദ മുദ്ര കുത്തപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ഗിലാനിക്ക് മനുഷ്യാവകാശങ്ങൾ ബാധകമല്ല എന്ന ഒരു പൊതുബോധം, എന്നൊരു സൈക്കോളജി നാട്ടിൽ പത്രങ്ങളും രാഷ്ട്രീയക്കാരും പോലീസും ചേർന്ന്